ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ടോപ്പിക്കിനെക്കാളും ലിപ് കെയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. ലിപ് കെയർ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ലിപ് കെയർ എന്നുള്ളത്. നമ്മളെല്ലാവരും ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യും. മെജോറിറ്റി ആൾക്കാർ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യും. പണ്ടൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ വല്ലപ്പോഴും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അമ്മ ഇടാൻ സമ്മതിച്ചാൽ ഓക്കെ. പിന്നെ ഡാൻസിനൊക്കെ ഞാൻ പോയി പെട്ടിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോഴേ 12 സ്റ്റാൻഡേർഡൊക്കെ ആകുമ്പോഴേ എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ലിപ്സ്റ്റിക്കിലാണ്. ആരും സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക്കിലാണ്. കാരണം വെച്ചാൽ സ്കൂളിലല്ലേ സമ്മതിക്കാത്തുള്ളൂ, പുറത്തൊക്കെ സമ്മതിക്കുമല്ലോ. അപ്പം ചുണ്ടുകൾ കേടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മളൊക്കെ ഈ പ്രായത്തിലാണ് കേടായെങ്കിൽ അവരൊക്കെ എപ്പോഴേ കേടാവും എന്നുള്ളതാണ് സംഭവം. ഞാനിങ്ങനെ ഒരു ലിപ്സ്റ്റിക്സ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. അപ്പം ഞാൻ ഏത് റീപർച്ചേസ് ചെയ്യണം എന്നുള്ള തോട്ടിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ലിപ്സ്റ്റിക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു അത് കൊള്ളാം, ഇതിനെക്കുറിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ, നല്ലതല്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ് ക്ലാരൻസ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ജനുവരി ഒക്കെ ആയപ്പോഴാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്തത്. കഴിഞ്ഞ കൊല്ലം ജനുവരി ആയപ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയ ഒരു സംഭവമാണിത്. ക്ലാരൻസിൻ്റെ ലിപ്പ് ഓയിൽസ്. അതായത് ഇവർക്ക് കുറേ ടൈപ്പ് ലിപ്പ് ഓയിൽ ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻറ്റൻസ് ലിപ്പ് ഓയിൽ എന്ന ലിപ്പ് ഓയിലാണ്. ഇങ്ങനെയാണ് ഇത് വരിക. ഇതൊരു ഷെയ്ഡാണ്. ഇത് റോസ് ഫുഡ്. ഇത് റെഡ് കളർ ഷെയ്ഡാണ് കേട്ടോ. ആ സമയം അവർക്ക് പല പല ഷെയ്ഡിന് ഞാൻ ന്യൂഡ് യൂസ് ചെയ്യുന്നത്. ഇത് ന്യൂഡാണ്. ന്യൂഡ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ ഷെയ്ഡ്. ഞാൻ കാണിച്ചുതരാം, ഞാൻ കയ്യിലിട്ട് കാണിച്ചുതരാം. റെഡും ന്യൂഡും. അപ്പം രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ നമുക്കൊന്നത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ കാണിച്ചു. ഓക്കെ, ഈ 2 കളറിലും ഉള്ള ഷെയ്ഡ്സാണ് ഞാൻ വാങ്ങിച്ചത്. ഇവർക്ക് പല ഷെയ്ഡ്സും ഉണ്ട്, പല ഓയിൽസും ഉണ്ട്. നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ നോക്കി കാണാൻ പറ്റും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതാണ് കളർ. ഓക്കെ, ഈ ന്യൂഡ് ഇങ്ങനെ ബ്രൗൺ ആയിട്ട് ഇരിക്കത്തില്ല. വെൻ യു അപ്ലൈ ഇറ്റ് ലുക്ക് ബ്രൗൺ ആൻഡ് ആഫ്റ്റർ വേർഡ്സ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചില്ല. ആഫ്റ്റർ വേർഡ്സ് അതൊരു ചെറിയ പിങ്ക് ഷെയ്ഡായി മാറും. അപ്പം ഇപ്പം ഞാൻ മറ്റതാണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് അതിൻ്റെ കളർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇത്രയുള്ളൂ. ഓക്കെ, ദിസ് ഇസ് ഹൗ യു അപ്ലൈ. ഇത് സ്പ്രെഡൊന്നും ആവത്തില്ല, ഈസിയാണ്, ഓക്കെയാണ്. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പ്രിൻ്റെ അബ്സോർബ് ആവും. ഒരു പിങ്ക് ടിൻറ്റ്, ലൈറ്റായിട്ടുള്ള പിങ്ക് ടിൻറ്റ് വരും. ദാറ്റ്സ് ഇറ്റ്. ഇത് ഞാൻ ഓഫീസിലേക്ക് ഇടുന്നൊരു കളറാണ്. മറ്റൊന്നും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഫ്രണ്ട്സിനോടൊക്കെ പുറത്ത് പോകുമ്പം യൂസ് ചെയ്യുന്നൊരു കളറാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇത് വീഗൻ ആണ്. അപ്പം ഇതിന് വേറെ ഇത് വെജിറ്റബിൾ എക്സ്ട്രാക്റ്റൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഓയിലാണ്. അപ്പം ഇതിന് വേറെ നോൺ വെജ് സംഭവമൊന്നുമില്ല. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഒരുപാട് ഇങ്ങനെ ഓയിൽ തൂങ്ങി വീഴുന്ന പോലെ ഒന്നും തോന്നത്തില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഡൺ. ഓക്കെ, ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അബ്സർവ് ആയി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. ഇറ്റ് ലുക്ക് ഗുഡ്. വളരെ ഡ്രൈ ആവാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ലിപ് കെയർ ഓയിൽ ഞാൻ പറയുന്നത്. രണ്ടാമത്തെ ഓയിൽ ഇതിനെക്കുറിച്ചാണ്. ഇത് ബയോഎസെൻസിൻ്റെ ഇതാണ്. ബയോഎസെൻസ് ലിപ് കെയർ, ബയോഎസെൻസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഈ ബയോഎസെൻസിൻ്റെ പ്രൊഡക്റ്റിലും ലിപ് ബാം ഉണ്ട്. ഈ ലിപ് ബാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴാണെന്നറിയോ, ഈ ലിപ് കെയർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ റീഅപ്ലൈ ചെയ്യാറില്ല. അതിന് പകരം ഞാൻ ചിലപ്പോൾ എൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷൈൻ ആൻഡ് ഇറ്റ് സ്റ്റേ. ബട്ട് ബോത്ത് ഓഫ് ദം ആർ ഗുഡ്. ഞാൻ ലിപ്പിന് ഒരു കേടും വരുത്താറില്ല. ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ ഉപയോഗിക്കുന്നതാണിത്. പിറ്റേ ദിവസം രാവിലെ ഇരിക്കുമ്പോൾ എൻ്റെ ലിപ്പ് വളരെ മോയ്സ്ചറൈസ്ഡ് ഒക്കെ ആയിട്ട് നല്ല പ്ലംബി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ലുക്ക് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കൂടാതെ പല ലിപ്സ്റ്റിക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കും. പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നിയത് ലിപ് കെയറിങ് ഫാക്ടർ കൂടുതൽ തരുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചെറുപ്പത്തിലേ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ചും കൂടി നമ്മൾ ലിപ്പിനൊക്കെ അപകടങ്ങൾ വരുത്താതെ നോക്കാൻ പറ്റുന്ന സംഭവങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ദെൻ.